ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റാങ്ക് നള്ളിറ്റി തിയറാണ് പഠിച്ചത്. അടുത്തത് ഒരു തിയറാണ്, ജസ്റ്റ് വായിച്ചാൽ മതി. ഇഫ് എ ഈസ് എൻ എം ബൈ എൻ മെട്രിക്സ് ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് ലീഡിംഗ് വേരിയബിൾസ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0. Nullity of A is equal to number of parameters in the general solution of AX equal to 0. ഓക്കെ, അടുത്തതും ഒരു തിയറാണ്, അതും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇഫ് എ എക്സ് ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റന്റ് ലീനിയർ സിസ്റ്റം ഓഫ് എം ഇക്വേഷൻസ് ഇൻ എൻ അൺനോൺസ് ആൻഡ് ഇഫ് എ ഹാസ് റാങ്ക് ആർ ദെൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം കണ്ടെയ്ൻസ് എൻ മൈനസ് ആർ പാരാമീറ്റേഴ്സ്. അപ്പോൾ അതും അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാം. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് ആൻഡ് നള്ളിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഓൾസോ വെരിഫൈ ദാറ്റ് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് എ. അതായത് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സും കൂടിയാണല്ലേ, നമ്പർ ഓഫ് വാരിയബിൾസും കൂടിയാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ റാങ്കും നള്ളിറ്റിയും ചെയ്യണമെങ്കിൽ ആദ്യം റാങ്ക് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ആദ്യം റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് മെട്രിക്സ് എ എടുക്കുക. എയെ നമ്മൾ റോ എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ റോ എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക, അതാണ് റാങ്ക് ഓഫ് എ. അപ്പോൾ ഇവിടെ നോക്കി നോക്കി, 1 ലീഡിങ് 1 വരണ 1 2 3 റോസ് ആണുള്ളത്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3 എന്നാണ് വരുന്നത്. ഓക്കെ, റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പോൾ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് നള്ളിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് എ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ കൺസിഡർ ചെയ്യണം. ആ ഇക്വേഷൻ്റെ, ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. സൊല്യൂഷനിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നള്ളിറ്റി ആയിട്ട് വരുന്നത്. സൊല്യൂഷനിലെ എലമെന്റ്സ് അല്ല, സൊല്യൂഷൻ സ്പേസ് ആണ് നൾ സ്പേസ്. ആ നൾ സ്പേസിന്റെ ബേസിസിലുള്ള ആൾക്കാരുടെ എണ്ണമാണ് നള്ളിറ്റി ആയിട്ട് വരുന്നത്, അല്ലേ, അതിന്റെ ഡയമെൻഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് എ എക്സ് ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. പ്രോബ്ലം തുടങ്ങുമ്പോൾ എ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ മെട്രിക്സ് ഇക്വേഷൻ ആയിട്ട് അവിടെ എഴുതിയിരിക്കണേ. നിങ്ങൾ ഒറിജിനൽ എ എഴുതണം എന്നില്ല, റെഡ്യൂസ് ചെയ്ത് മെട്രിക്സ് എഴുതുന്നതായിരിക്കും നമുക്ക് സൗകര്യം. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നള്ളിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ റെഡ്യൂസ് ചെയ്ത മെട്രിക്സ് അവിടെ എഴുതുക. 5 കോളംസ് ഉണ്ട്, അപ്പോൾ 5 വാരിയബിൾ കൊടുക്കുക. ഇപ്പുറത്ത് 4 ഇക്വേഷൻ അല്ലേ, അപ്പോൾ 4 0 കൊടുക്കുക. ഈ ഓരോന്നിന്നും ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ആക്കി എഴുതാം. നമ്മൾ എഴുതാറില്ലേ ഗോസ് എലിമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ എഴുതുമ്പോൾ ഫസ്റ്റ് റോയിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷനാണിത്, സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണിത്, തേർഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണിത്. ഇനി നോക്കി നോക്കുക. സോൾവിങ് ദീസ് ഇക്വേഷൻസ് ഫോർ ലീഡിംഗ് വേരിയബിൾസ് വി ഗെറ്റ്, ഇതിൽ നിന്ന് നമുക്ക് x4 ഈക്വൽ ടു x5 എന്ന് കിട്ടും. ആ x4 x5 വാല്യൂസ് പിന്നെ ഇതിൽ നിന്ന് x1 ഈക്വൽ ടു 2x3 മൈനസ് x4 എന്ന് കിട്ടും. x2 ഈക്വൽ ടു മൈനസ് 3x3 പ്ലസ് x4 പ്ലസ് x5 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇതിലെ ഫസ്റ്റ് വാരിയബിൾസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, x4ഉം x5ഉം ഈക്വൽ ആണ്. അപ്പോൾ അവർക്കൊരു വാല്യൂ കൊടുത്താൽ മതി. പിന്നെ x2 കണ്ടുപിടിക്കണമെങ്കിൽ x3 അറിയണം, x1 കണ്ടുപിടിക്കണമെങ്കിലും x3 അറിയണം. അപ്പോൾ കോമൺ ആയിട്ടുള്ള വേരിയബിൾസ് ഏതാന്ന് നോക്കാം. x4ഉം x5ഉം ഈക്വൽ ആണ്. അപ്പോൾ x4നും x5നും കൂടി ഒരു വാല്യൂ കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് x1ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലും x2ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലും x3യും കൂടി അറിയണം. അപ്പോൾ x3ക്കും കൂടി നമ്മളൊരു രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതല്ലേ. x4ന് ഓൾറെഡി നമ്മൾ വാല്യൂ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി കണ്ടുപിടിക്കണമെങ്കിൽ ഇനി x3ക്കും കൂടി നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ x4നും x5നും കൂടി എസ് എന്ന് കൊടുക്കുകയാണ്, x3ക്ക് R എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെയും ടേംസിൽ നമുക്ക് x1ഉം x2ഉം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടുണ്ട് അത് കൊടുക്കുന്നത്. കോമൺ ആയിട്ട് എത്ര പേര് വേണം, ഇത്ര ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളത് നോക്കിയിട്ടാണ് ആ പാരാമീറ്റർ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 3 റോസ് അല്ലേ ഉള്ളത്. അപ്പോൾ വേണ്ട, ഇങ്ങനെ നോക്കിയാലും മതി. ഇതിൽ എത്ര കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എത്ര എണ്ണത്തിന് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. 3 നോൺ സീറോ റോസ് അല്ലേ, ഇവിടെ 5 വാരിയബിൾ ഉണ്ട്. അപ്പോൾ 5 മൈനസ് 3 ആൾക്കാർക്ക് ആർബിട്രറി n മൈനസ് ആർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എഴുതി തന്നിട്ടുണ്ട്. അത്രയും ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ആർബിട്രറി വാല്യൂ കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 പേർക്കാണ് ആർബിട്രറി വാല്യൂ കൊടുക്കേണ്ടി വരിക. അത് ഒരെണ്ണം എസ്സും ഒരെണ്ണം ആറും. x4 x5 ഈക്വൽ ആയതുകൊണ്ട് അത് ഒരേപോലെ തന്നെ വന്നു എന്നുള്ളൂ, അത് പ്രശ്നമില്ല. പിന്നെ x3ക്ക് 6 എന്നുള്ളത് കൊടുത്തു.
കൊടുക്കുക. അങ്ങനെ 2 ആർബിട്രറി വേരിയബിൾ കൊടുത്താൽ ബാക്കി രണ്ടും അതിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ നൾ സ്പേസിൽ ബേസിസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഈ സൊല്യൂഷനെ നമ്മളിത് ആർ ഇൻറ്റു ദിസ് പ്ലസ് എസ് ഇൻറ്റു ദിസ് കോളം വെക്ടർ എന്നുള്ള രീതിയിൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറില്ലേ, അങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴാണ് എന്ത് അതിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അതിൻ്റെ ബേസിസിൽ 2 കോളം വെക്ടർ, ഈ 2 എലമെൻ്റാണ് ബേസിസിൽ ഉണ്ടാവുക എന്നുള്ളത് കിട്ടി. ആ ബേസിസിലെ ആൾക്കാരുടെ ഈ 2 കോളം വെക്ടറിൻ്റെ എണ്ണമാണ് എന്ത് വരുന്നത്, നള്ളിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നള്ളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ 3 + 2 ആണ് വരിക. റാങ്ക് പ്ലസ് നള്ളിറ്റി ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 നമ്പർ ഓഫ് കോളംസ് ആണ് ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് വെരിഫൈ ചെയ്തു. എളുപ്പമാണ് കേട്ടോ ചെയ്തത്. തന്നെ കാര്യങ്ങൾ ഒന്ന് ഓർഡറിൽ ചെയ്താൽ മതി, എളുപ്പമുള്ള പ്രോബ്ലമാണ്. ഓക്കെ, ഇതാണ് റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വാരിയബിൾസ് എന്നുള്ളതിൻ്റെ വെരിഫിക്കേഷൻ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം എന്താണ്, വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ റാങ്ക് ഓഫ് എൻ m by n മെട്രിക്സ് എ ദാറ്റ് ഈസ് നോട്ട് സ്ക്വയർ. അത് ചെറിയൊരു പ്രോബ്ലം ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ചെറുതായതുകൊണ്ട്. Since A is an m by n matrix, the raw vectors of A, അതായത് maximum possible rank of an m by n matrix that is not a square. ഒരു m by n മെട്രിക്സിൻ്റെ റാങ്ക്, അതായത് സ്ക്വയർ മെട്രിക്സ് അല്ലാത്തൊരു മെട്രിക്സിന് മാക്സിമം എത്ര റാങ്ക് വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. എത്ര റാങ്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അത് റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് m, എന്നാണ് റിസൾട്ട് കിട്ടുന്നത്. കുഴപ്പമില്ല, നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയാൽ മതി, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, മിനിമം ഓഫ് m, n ആണ് വാല്യൂ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ഫണ്ടമെന്റൽ സ്പേസസ് ഓഫ് എ മെട്രിക്സ്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. അടുത്തത് ഇതൊന്ന് പഠിച്ചു വെച്ചോ. തിയറമാണ്, ഇഫ് എ ഈസ് എനി മെട്രിക്സ് ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. ഇതൊന്ന് പഠിച്ചു വെച്ചോ കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നോക്കി നോക്കാം എന്താ വ്യത്യാസം വരുന്നതെന്നുള്ളത്. റാങ്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, റോ സ്പേസിലെ ബേസിസിൻ്റെ എണ്ണം, റോ സ്പേസിലെ ബേസിസിൻ്റെ എണ്ണം, ബേസിസിലെ ആൾക്കാരുടെ എണ്ണം. റോ സ്പേസ് എന്ന് പറയുന്ന വെക്ടർ സ്പേസ് എടുക്കുക, റോ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതിനൊരു ബേസിസ് ഉണ്ടായിരിക്കും. ബേസിസിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൽ ആൾക്കാരുടെ എണ്ണമാണ് റാങ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, മെട്രിക്സിനെ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിലെത്ര ലീഡിങ് 1 വരണ non-zero റോസ് എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് എഴുതും. അതാണ് റാങ്ക് ആയിട്ട് വരിക അല്ലേ. പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആണെന്ന് കാണിക്കണം. അപ്പോൾ നോക്കി നോക്കാം പ്രൂഫ്. സിൻസ് ട്രാൻസ്പോസിങ് എ മെട്രിക്സ് കൺവേർട്സ് റോ വെക്ടേഴ്സ് ഇൻറ്റു column vectors and conversely, except for a difference in notation, the row space of A transpose is same as the column space of A and column space of A transpose is same as the row space of A. അതായത് റോയും കോളും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഒരാളുടെ റോ സ്പേസ് മറ്റൊരാളുടെ കോളം സ്പേസ് ആയിട്ടും ഒരാളുടെ കോളം സ്പേസ് മറ്റൊരാളുടെ റോ സ്പേസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ റാങ്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്ന ഡെഫിനേഷൻ പ്രകാരം നമുക്കറിയാം ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ആയിരിക്കും അല്ലേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to rank of A transpose. Okay. അടുത്തത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാവുന്നതാണ് അങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ. ഒരു m by n മെട്രിക്സ് ആണെങ്കിൽ, ഒരു m by n അല്ല n by m മെട്രിക്സ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇതൊന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ, അതായത് എക്സാം ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത വർഷം നിങ്ങൾക്ക് ജാമൊക്കെ എഴുതാം. അടുത്ത വർഷമല്ല, ഈ വർഷം അപ്ലൈ ചെയ്യണം. PGയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ജാം എഴുതിയാൽ IIT ഐസർ പോലുള്ള
സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ജാമ്യൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഡയറക്റ്റ് അവർ തന്നെ എക്സാം എടുപ്പിക്കുന്നുണ്ട് PG അഡ്മിഷന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ ഇതുപോലുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിക്കാട്ടെ ഈ ഭാഗത്തുനിന്ന്. ഓക്കെ, അടുത്തത് എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. RNലാണ് ഡോട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യൂക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്നും പറയുന്നുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യൂക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്താ നോക്കാം. If u equal to u1, u2, etc. un and v is equal to v1, v2, etc. vn are vectors in Rn, then the dot product u dot v is defined by u1 v1 plus u2 v2 plus etc. plus un vn. Okay. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഡെഫിനേഷനാണ് എന്താണ് ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നുള്ളത്. Two non-zero vectors u and v in Rn are said to be orthogonal or perpendicular if u dot v equal to 0. u dot v എന്താണെന്ന് ഇവിടെ പറഞ്ഞു, അത് 0 ആണെങ്കിൽ അവർ ഓർത്തോഗണൽ ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാൻ പറ്റും. ഈ രണ്ട് ഡെഫിനേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കുക. അപ്പം ഇത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യൂക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ്. ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കും. അപ്പം ഇത് യൂക്ലീഡിയൻ സ്പേസിൽ വരുന്ന ഇന്നർ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്താണെന്നുള്ളതും ഓർത്ത് വയ്ക്കാം. ഓക്കെ, തീറൊന്ന് വായിച്ചിരുന്നാൽ മതി. അടുത്ത ഡെഫിനേഷൻ നോക്കാം, ഇതൊന്ന് ഓർത്തിരുന്നോളൂ. ഇഫ് W is a subspace of Rn, then the set of all vectors in Rn that are orthogonal to every vector in W is called orthogonal complement of W and is denoted by the symbol W. ഇത് പെർബ് എന്നാണ് കേട്ടോ വായിക്കുക, PERB, പെർബ് എന്നാണ് വായിക്കുക, W പെർബ്. അതായത് RNൻ്റെ ഉള്ളിലെ ഒരു സബ്സെറ്റ് നമ്മൾ എടുക്കുകയാണ് W. ആ Wയിലെ എല്ലാ എലമെന്റ്സിനോടും ഓർത്തോഗണൽ ആയിട്ടുള്ള എല്ലാ വെക്ടേഴ്സും എടുക്കുക. ഓർത്തോഗണൽ ആവാന്ന് വെച്ചാൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവാം. അങ്ങനെയുള്ള എല്ലാ വെക്ടേഴ്സിനും എടുക്കുക. അതിനെയാണ് അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്, Wൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ W പെർബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്തൊരു തിയറാണ്, W പെർബിനെ സംബന്ധിച്ചുള്ള തിയറാണ്. ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു പോയാൽ മതി. If W is a subspace of Rn, then W perb is a subspace of Rn. ഈ രണ്ടും വായിക്കാം. The only vector common to W and W perb is 0. അതായത് W intersection W perb equal to set 0. അതുപോലെ W perb equal to W ആയിരിക്കും. അത് കൊടുത്ത് വയ്ക്കുക. ഇതൊക്കെ തിയറംസ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഇത് ഇക്വാലന്റ് കണ്ടീഷൻസ് കുറച്ചെങ്കിലും ഒരു 4-5 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. If A is an, അതായത് ലിസ്റ്റ് ഓഫ് ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ വിച്ച് സമ്മറൈസസ്, അതായത് A ഇൻവേർട്ടിബിൾ ആണ്, A ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളതിന് ഇക്വാലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇത് ഏതിന് ഇക്വാലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ചോദിക്കാട്ടോ. പറ്റുമെങ്കിൽ പറ്റാവുന്നവരെല്ലാം ഈ 14 എണ്ണം ഓർത്തിരിക്കാൻ തന്നെ നോക്കാം. എന്തൊക്കെ പറയുന്നത് നോക്കാം. A is invertible, Ax equal to 0 has only trivial solution. The row reduced echelon form of A is In. A is expressible as a product of elementary matrices. Ax equal to B is consistent for every n by 1 matrix B. Ax equal to B has exactly one solution for every n by 1 matrix B. Dict A not equal to 0. The column vector of A are linearly independent. The row vectors of A are linearly independent. The column vectors of A spans Rn. The row vectors of A spans Rn. The column vectors of A form a basis for Rn. The row vectors of A form a basis for Rn. And A has rank n. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് ചോദിച്ചിട്ടുണ്ട് ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ. ചിലപ്പോൾ ഇങ്ങനെ പറയുള്ളൂ, A ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളതിന് ഇക്വാലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ പറയും. അല്ലെങ്കിൽ Ax equal to 0 has only trivial solution എന്നുള്ളതിന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തരും, എന്നിട്ട് അതിന് ഇക്വാലന്റ് ആയിട്ടുള്ളത് എഴുതാൻ പറയും. അപ്പോൾ 14 എണ്ണം പഠിച്ചിരുന്നാലല്ലേ നമുക്കത് ഏതാന്നുള്ളത് ഇതിൽ നിന്ന് തന്നെയാണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പഠിച്ചിരുന്നോളൂ കേട്ടോ. ഇനിയുണ്ട് ഇതാ. A has nullity 0. The orthogonal complement of null space of A is Rn. The orthogonal complement of the row space of A is set 0. ഇതൊക്കെ ചോദിക്കാം. പിന്നെ ഇവിടെ നിന്നുള്ള ഭാഗം ഞാൻ പഠിപ്പിക്കുന്നില്ല, അത് തൽക്കാലം നിങ്ങൾ ലീവ് ചെയ്യാം കേട്ടത്. ഓക്കെ.
അതിൽ ഈ